ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാഴമാണി വെച്ചിട്ടുള്ള ഒരു തോരനാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാമത്തെ തവണയാണ് ഉണ്ടാക്കി നോക്കുന്നത്. ഒരു തവണ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഇതിൽ ഒരു ടിപ്പുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കുന്നതിന് മുമ്പേ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചാൽ കറ ചുവക്കൊന്നുമില്ല എന്നറിഞ്ഞത് ഞങ്ങളിപ്പോൾ അടുത്താണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ആരെങ്കിലുമൊക്കെ വാഴമാണിയൊക്കെ ഉണ്ടായിട്ടും വെറുതെ കളയുന്നവരുണ്ടാവില്ലേ. അപ്പോൾ അത് നല്ല രസമുണ്ട്. ഞങ്ങളൊരു തവണ വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇനിയും വെക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഉണ്ടാവാന്നൊന്നും അറിയില്ല. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ആക്കിയിട്ട് നല്ല തിരുമ്പി ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് വെക്കുക. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് അത് നന്നായി കഴുകിയിട്ട് ഊറ്റുപാത്രത്തേക്ക് ഇട്ടാൽ അതിൻ്റെ കറയൊക്കെ പോന്നിട്ടുണ്ടാവും. അങ്ങനെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ചെയ്യണേ. അങ്ങനെ നമ്മൾ വാഴമാണി കഴുകിയിട്ട് ഊറ്റുപാത്രത്തേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടില്ലേ, നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കാണ്ട് അതിലേക്ക് കടുക് ഇടുക. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടണം കേട്ടോ, അല്ലെങ്കിൽ ഇതേപോലെ പൊട്ടാതിരിക്കും. എണ്ണ ചൂടാവാതെ കടുക് ഇട്ടിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിത്തെറിക്കണില്ല. എന്നിട്ട് അതിലേക്ക് ഒരു ലേശം ഉണക്കമുളകും പിന്നെ കറിവേപ്പില ഇടുക. എന്നിട്ട് നമ്മൾ ഈ കഴുകി വെച്ചിട്ടുള്ള വാഴമാണി ഇല്ലേ, അരിഞ്ഞ് വെച്ചത്, അത് ആ ചട്ടിയിൽ ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് കുറച്ച് ഉപ്പ് കൊണ്ട് ഇടുക. അപ്പോൾ നമ്മുടെ സംഭവം റെഡിയായി കിട്ടും. ഇനി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് ഇളക്കിയിട്ട് എന്ത് ചെയ്യുക, അടച്ച് വെക്കുക കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. തേങ്ങ ചിരവണം. എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും പച്ചമുളകും, ഒരു ചെറിയ പച്ചമുളക് ഇട്ടാൽ മതി കേട്ടോ. ചുവന്ന മുളക് ഇട്ടത് കൊണ്ട് എല്ലാതും കൂടി അപ്പോൾ നല്ല എരിവുണ്ടാവും. എന്നിട്ട് നന്നായിട്ടാണ്ട് അരച്ചിട്ട് ഈ വാഴമാണിയാണ് വെന്ത് വരുമ്പോൾ ഈ അരപ്പ് അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് ആ തേങ്ങ വേവിച്ചാൽ നമ്മുടെ വാഴമാണിത്തോരൻ അടിപൊളിയാവും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.